നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. നമുക്കൊക്കെ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും ഒരു സക്സസിലേക്ക് എത്തണം, നമ്മുടെ ഗോളുകളൊക്കെ റീച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ നിലവിലുള്ള നമ്മുടെ വൈബ്രേഷൻ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളുടെ ഗോളുകളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നത്. വളരെ ചെറിയൊരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരു ഐസിന്റെ വൈബ്രേഷൻ ആയിരിക്കില്ല വെള്ളത്തിനുള്ളത്, ആ വൈബ്രേഷൻ ആയിരിക്കില്ല അത് നീരാവിയാവുമ്പോൾ ഉള്ളത്. ഈ മൂന്ന് ഘട്ടങ്ങളിലും അതിന്റെ മൂവ്മെന്റിലും വ്യത്യാസമുണ്ട്. ഐസായിട്ടിരിക്കുമ്പോൾ ഒരിടത്ത് ഇരിക്കുന്ന സാധനം വെള്ളമായി കഴിഞ്ഞാൽ എതുവഴി വേണമെങ്കിലും ഒഴുകിപ്പോകുന്ന അവസ്ഥയിലെത്തും. അത് നീരാവിയായാലോ അതിന് പറക്കാൻ കഴിയും. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ വൈബ്രേഷൻ ഉയരുന്നതിനനുസരിച്ച് തീർച്ചയായും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന എത്ര വലിയ ഗോളും നേടിയെടുക്കാൻ കഴിയും. അപ്പൊ എത്തരത്തിലാണ് ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വൈബ്രേഷൻസിനെ അതുമായി ബന്ധപ്പെടുത്തി അലൈൻ ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ നമ്പർ 1, നമ്മുടെ വൈബ്രേഷൻ ഉയർത്താൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ തയ്യാറാവുക എന്നാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറഞ്ഞാൽ നന്ദിയുടെ ജേണലാണ്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ കൈവശമുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ നന്ദിയുള്ള ഒരു വ്യക്തിയായി മാറുക. കൂടാതെ നമുക്ക് എന്ത് ഗോളാണ് ഉള്ളത്, ആ ഗോൾ നമുക്ക് ലഭിച്ചു എന്ന് ചിന്തിക്കുക, അത് ലഭിച്ചതിൽ നന്ദിയും നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ഉള്ള വ്യക്തിയായി മാറുക, അത് എഴുതുക. ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുന്നത് നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് ചുറ്റുമുണ്ടെന്നും എന്നെ സഹായിക്കാൻ ധാരാളം ആളുകളുണ്ടെന്നും ഈ പ്രപഞ്ചം തന്നെ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ചിന്ത ജനറേറ്റ് ചെയ്യും. ആ ചിന്ത നിങ്ങളുടെ വൈബ്രേഷൻസിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അല്ലെങ്കിൽ നന്ദി എഴുതി വെക്കുന്ന ഒരു ജേണൽ തയ്യാറാക്കാനായി പറയുന്നത്. ഇത് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് നിങ്ങൾക്കുണ്ടായ ഒരു പോസിറ്റീവായ ഒരു അനുഭവം, അതിനെക്കുറിച്ച് ഒരു നന്ദിയുടെ ഒരു സെന്റൻസ് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. 2, വിഷ്വലൈസ് വിത്ത് ഇമോഷൻ. വിഷ്വലൈസ് ചെയ്താൽ മാത്രം പോരാ, അവിടെ ഒരു ഇമോഷൻ കൂടി വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വേണ്ടത് ഒരു കാറാണെങ്കിൽ ആ കാറിൻ്റെ അകത്ത് നിങ്ങൾ ഇരുന്ന് പോകുമ്പോഴുണ്ടാവുന്ന ആ ഒരു മാനസികമായിട്ടുള്ള സന്തോഷത്തെയും നിങ്ങൾ ആ പോകുന്ന സീനിനെയും വിഷ്വലൈസ് ചെയ്യണം. അപ്പൊ വിഷ്വലൈസേഷൻ കൊണ്ട് മാത്രം കാര്യമില്ല, വിഷ്വലൈസേഷന്റെ കൂട്ടത്തിൽ ആ ഇമോഷൻ കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വൈബ്രേഷൻ ഉയരുകയല്ലേ? ശരിയല്ലേ? സന്തോഷകരമായ ഒരു വൈകാരിക ഭാവം വരുമ്പോൾ നമ്മളുടെ വൈബ്രേഷൻ ഉയരാറില്ലേ? നിങ്ങളെ ഒരു വേദിയിൽ വിളിച്ച് കയ്യടിയൊക്കെ നൽകുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ, ഒരു സമ്മാനം തരുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ അപ്പോഴത്തെ ഇമോഷൻ? വളരെ ഹാപ്പി ആയിരിക്കും അല്ലേ? നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ലെവലായിരിക്കും. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ പെർട്ടിക്കുലർ ഗോള്, ആ സ്വപ്നം സാക്ഷാത്കരിച്ചു എന്ന ഒരു വിഷ്വൽ ഇമേജും ആ വിഷ്വൽ ഇമേജിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷവും വിഷ്വലൈസ് ചെയ്യാനും ആ ഇമോഷനെ അനുഭവിക്കാനും കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ വൈബ്രേഷൻ അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് ഉയരുന്നതാണ്. നിങ്ങൾക്ക് അതുമായി അലൈൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇത്തരത്തിലുള്ള നിങ്ങൾക്കുള്ളിലുണ്ടാവുന്ന ഈ ഒരു പെർട്ടിക്കുലർ വൈകാരിക ഭാവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഗോള് എത്തിപ്പെടാൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ വിഷ്വലൈസേഷൻ ആണ്, വിത്ത് ഇമോഷൻ ആണ് രണ്ടാമത്തെ ടെക്നിക്. 3, അഫർമേഷൻ റൈറ്റിംഗ് ആൻഡ് റെപ്പറ്റീഷൻ. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവായ സെന്റൻസുകളാണ്. ഞാൻ ശക്തമായ രീതിയിൽ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് സ്ഥിരമായി പറയുന്ന ഒരു വ്യക്തിക്ക് കാര്യങ്ങളൊക്കെ ശക്തമായി മുൻപോട്ട് ചെയ്തുകൊണ്ടിരിക്കാനുള്ള കരുത്ത് ലഭിക്കുന്നതാണ്. ഒരു വ്യക്തി പോസിറ്റീവായ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വഴി ആള് പോലും അറിയാതെ ആളുടെ മൈൻഡ് സെറ്റിൽ ഒരു ഷിഫ്റ്റ് കൊണ്ടുവരാൻ കഴിയും. ശരിയല്ലേ? അപ്പൊ അത്തരത്തിലുള്ള അഫർമേഷനുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് വൈബ്രേഷനെ ഉയർത്താനുള്ള അടുത്ത മാർഗം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഐം എനർജറ്റിക്, ഐം എനർജറ്റിക്, ഐം എനർജറ്റിക്, ഐം എനർജറ്റിക്, ഐം എനർജറ്റിക്, ഇത് പലതവണ പറയുമ്പോൾ ഞാൻ തന്നെ എനർജറ്റിക് ആയി മാറുകയാണ്. അത്ര പവർഫുൾ ആണ് റെപ്പറ്റേറ്റീവായി പറയുന്ന അഫർമേഷനുകൾ. തീർച്ചയായിട്ടും അഫർമേഷൻ പറയുന്നത് നിങ്ങളുടെ വൈബ്രേഷനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. ഐ ആം വർത്തി ഓഫ് അച്ചീവിങ് മൈ ഡ്രീംസ്. ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള വെറുത്തുള്ള വ്യക്തിയാണ്, ഞാൻ അർഹതപ്പെട്ടവനാണ്, എനിക്കത് നേടാനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. ഇത് നല്ലൊരു അഫർമേഷൻ ആണ്. ദെൻ എവറി സ്റ്റെപ്പ് ഐ ടേക്ക് ബ്രിങ്സ് മീ ക്ലോസർ ടു മൈ ഗോൾസ്. ഞാൻ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും എന്നെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും ശക്തമായൊരു അഫർമേഷൻ ആണ്. കൃത്യമായി ഒരു ഗോൾ സെറ്റ് ചെയ്ത വ്യക്തി പ്രാക്ടീസ് ചെയ്യേണ്ട 25 അഫർമേഷനുകൾ നമ്മുടെ മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് പഠിക്കാനുണ്ട് 25 അഫർമേഷനുകൾ. കൂടാതെ വിഷ്വലൈസേഷൻ ടെക്നിക്സും ഡീപ്പറായിട്ട് അതിൽ റെഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിവേ ഈ പറഞ്ഞ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം. ഗോളിന്റെ തലത്തിലേക്ക് നമ്മുടെ വൈബ്രേഷനെ ഉയർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ആ സ്വപ്നത്തിന് വേണ്ടി, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു അഫർമേഷൻ വീഡിയോയുടെ താഴെ ഒന്ന്
കമന്റ് ചെയ്യണം. 4, ക്രിയേറ്റ് വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കേൾക്കുന്ന കാര്യമാണ് അഫർമേഷനിലൂടെ, അല്ലെ പറയുന്നതാണ് അഫർമേഷനിലൂടെ. വിഷ്വലൈസേഷൻ എന്ന് പറയാൻ നേരത്ത് നമ്മളത് ചിന്തിക്കുകയാണ് മനസ്സിനകത്ത്. എന്നാൽ ഇവിടെ വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടിച്ചു വെക്കുകയാണ് നമുക്ക് വേണ്ട ലക്ഷ്യങ്ങളുടെ ചിത്രങ്ങളും ചില അടയാളങ്ങളും ഒക്കെ വെച്ച് ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കുകയാണ്. ആ വിഷൻ ബോർഡ് ഇടയ്ക്കിടെ കാണുന്നതും നമ്മുടെ വൈബ്രേഷനെ ഉയർത്താൻ സഹായിക്കുന്ന മറ്റൊരു ഫാക്ടറാണ്. നമുക്ക് ആ പെർട്ടിക്കുലർ ഗോളിലേക്ക് എത്തിപ്പെടാനുള്ള വൈബ്രേഷനിലേക്ക് എത്താൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. കൃത്യമായ വിഷൻ ബോർഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നും നമ്മുടെ മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പിൽ അപ്ഡേറ്റഡ് ആണ്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ആ കോഴ്സ് എൻറോൾ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് അത് കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. കൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 5ാമത് നമ്മൾ ചെയ്യേണ്ടത് എനർജി ക്ലിയറിംഗ് റിച്വൽസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നല്ല എനർജി എപ്പോഴും ഉണ്ടാകാനും ആ എനർജിയെ മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള ചില റിച്വൽസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് 5ാമതായി ചെയ്യേണ്ടത്. അതിൽ ഒരു ഉദാഹരണം മെഡിറ്റേഷൻ ആണ്. കൃത്യമായി മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു എനർജി ഫ്ലോ ലഭിക്കുന്നതാണ്. ബ്രീത്തിങ് ടെക്നിക്സും സഹായകരമായിട്ടുള്ള മറ്റൊരു കാര്യമാണ്. അതേപോലെ സൗണ്ട് ഹീലിംഗ്, അതൊരു പക്ഷേ നിങ്ങൾ ഇഷ്ടമുള്ള ചില പാട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവേശം തരുന്ന, നിങ്ങളെ സമാധാനിപ്പിക്കുന്ന പാട്ടുകൾ സെലക്ട് ചെയ്ത് അത് കേട്ടാലും മതി. അത്തരത്തിൽ സൗണ്ട് ഹീലിംഗ് വഴിയും അതേപോലെ മെഡിറ്റേറ്റ് ചെയ്തും ബ്രീത്തിങ് ടെക്നിക്സ് വഴിയൊക്കെ നിങ്ങളുടെ എനർജി വൈബ്രേഷൻസ് നിങ്ങൾക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ്. അതും നിങ്ങളുടെ ഗോളിലേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങളുടെ വേഗതയെ കൂട്ടാൻ സഹായിക്കുന്ന കാര്യമാണ്. 6ാമതായി ഒരു വ്യക്തി തന്റെ വൈബ്രേഷനെ ഗോളുമായി അലൈൻ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം സെലിബ്രേറ്റ് സ്മോൾ വിൻസ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആ ഗോളിന് വേണ്ടി ഇറങ്ങി തിരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഉണ്ടാവണ ചെറിയ ചെറിയ വിജയങ്ങളെ ആഘോഷിക്കുന്നത് നിങ്ങളെ കൂടുതൽ കരുത്തമാക്കാനും നിങ്ങൾക്ക് കൂടുതൽ ആവേശത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള വൈബ്രേഷൻ നൽകുന്നതാണ്. കൃത്യമായി 2025 ഒരു ലക്ഷ്യം നിർണ്ണയിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ 1000 രൂപ എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ 99 രൂപയ്ക്ക് 5 പ്രധാനപ്പെട്ട കണ്ടന്റ്സ് ഗോൾ സെറ്റിംഗുമായി ബന്ധപ്പെട്ടത് അടങ്ങുന്ന ഒരു ഗോൾ സെറ്റിംഗ് ബ്ലൂ പ്രിന്റ് 11 വർക്ക്ഷോപ്പ് ഇപ്പോൾ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ലിങ്കിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സക്സസ്ഫുൾ ആയി തന്നെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ. എനിവേ 2025 ഒരു മികച്ച വർഷമായി മാറട്ടെ എന്നും ഇതേപോലുള്ള വീഡിയോസ് കണ്ടുകൊണ്ടും ഇതേപോലുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്നും ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.